ാരുമായി മാനസികമായി സൗഹാർദ്ദം പങ്കിടുന്ന ആളുകളാണ്. പക്ഷെ മതത്തിൽ സൗഹാർദ്ദം പാടുണ്ടോ? അല്ലെ, ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നമ്മൾ പോവുക, നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കുക. ഈ ഭാഗത്തൊക്കെ ഉത്സവങ്ങളുണ്ടോ എനിക്കറിയാം. കളിയാട്ടമൊക്കെ അവിടെ തന്നെയല്ലേ. നമ്മളൊക്കെ പൈസ എറിയുമ്പോൾ അവിടെ വിജയിക്കണമെന്നാണ് കേട്ടത്. എന്തൊക്കെ കുറച്ചൊന്ന് വേക്കോട്ടടിച്ചിക്കണമെന്ന് കേട്ടു. അള്ളാഹു ബോധം കൊടുക്കട്ടെ, നന്നാക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാ. നമുക്ക് ഉത്സവത്തിൽ കൂടാൻ പറ്റുമോ? ഉത്സവത്തിൽ പോണത് പുറത്തിട്ട പെണ്ണുങ്ങളാണ്. അത്ഭുതമാണ്, സങ്കടായി പോകും. ഊഞ്ഞാലാട് പെണ്ണുങ്ങളെ, ഭർത്താവ് ഗൾഫിലാണ്, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. കുട്ടികളേറ്റ് രാത്രി ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉത്സവ പറമ്പിൽ നടക്കാൻ. അവിടെ എന്താ നടക്കുന്നത്? പിശാച്, പൈശാചികത. നമുക്ക് പാടുണ്ടോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഞാൻ എന്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേത്, ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറയേണ്ട നമ്മളും നിങ്ങളൊക്കെ ഒന്ന് തന്നെ. മതത്തിന്റെ വിഷയത്തിലൊന്നല്ല, മനസ്സുകൊണ്ടൊന്നാണ്. ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണെങ്കിൽ സഹായിച്ചാൽ കൂലി കിട്ടും. പക്ഷെ ക്ഷേത്രത്തെ സഹായിക്കാൻ നമുക്ക് പാടില്ല, ഹറാമാണ്. എങ്ങനെ? ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണ്, അല്ലെങ്കിൽ ഉത്സവത്തിൽ പോയി വരുന്ന ആള്, അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് വരുന്നൊരു ഹിന്ദു സഹോദരൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ 10 പൈസ കൊടുത്തോ, അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്താൽ അള്ളാഹു കൂലി തന്നേക്കും, അള്ളാഹു സ്വീകരിച്ചേക്കും. പക്ഷേ ഉത്സവത്തിന് സഹായിക്കാൻ പറ്റൂല, അത് ഹറാമാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പൈസ കൊടുക്കൽ ഹറാമല്ലേ? അത് അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്ന ഇബാദത്തിനോട് നിങ്ങൾ സ്നേഹം പുലർത്തലാണ്, അത് പാടില്ല. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് സഹായിക്കാം, പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് പൈസ കൊടുത്താൽ ദാഹിച്ച് വെള്ളം കൊടുത്താൽ കൂലി കിട്ടും. പക്ഷേ ഒരു ക്ഷേത്രമുണ്ടാക്കാൻ, ഒരു ചർച്ച് ഉണ്ടാക്കാൻ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന കുറ്റകരമായ കാര്യമാണ്, ഹറാമാണ്, കുഫറാണ്. അള്ളാഹു പുറത്തു തരട്ടെ സംഭവിച്ചു പോയതൊക്കെ. അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമാറാകട്ടെ. വിശ്വാസം സൗഹാർദ്ദമല്ല, ഇവിടെ മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. വ്യക്തിയെ സഹായിക്കാം, അവരുടെ മതത്തെ സഹായിക്കാൻ പാടില്ല. ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിഷയ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മുടെ റബീഉൽ അവ്വലിനൊക്കെ ഒരു തരലുണ്ടല്ലോ, എന്നോട്ടെ. നിങ്ങൾ വ്യക്തികൾക്ക് കൊടുത്തോ, ഉത്സവത്തെ സഹായിക്കാൻ പറ്റില്ല. പൂരപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക്, പൂരത്തിന് സഹായിക്കാൻ പറ്റുമോ? നമുക്ക് പാടില്ല. എന്ത് ചെയ്യാം? നമുക്ക് ആഗ്രഹമുണ്ട് എന്നൊരാൾ പറഞ്ഞേക്കാം, നമുക്ക് പറ്റൂല. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ഉലമാഇ കിഡ്നി ദാനത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണെന്നാണ്. സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുന്ന. കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയാണ്. നമ്മുടെ മിൽക്കല്ല, ഒരാൾ കൊടുത്തു വെച്ചതുണ്ട്, ഏതോ ഒരാളുടെ. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാം. കൊടുക്കാൻ പറ്റൂല. ആധുനിക ആലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫിഖ് കോൺഫറൻസ് ഈ അടുത്ത് ഈജിപ്തിൽ കൂടി അദ്ദേഹത്തിന്റെ ലോക ഫുഖഹാഇന്റെ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന് ആധുനിക ചില കാഴ്ചപ്പാടുകൾ പറ്റുമെന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും സൂക്ഷ്മതയുടെ അഭിപ്രായത്തിൽ പറ്റൂല എന്നാ ട്രാൻസ്പ്ലാന്റേഷൻ. നമുക്ക് കൊടുക്കാൻ പറ്റൂല, നമ്മുടെ കണ്ണ് ദാനം ചെയ്യാൻ പറ്റൂല. നല്ലൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല. സ്വീകരിക്കാം, കൊടുക്കാൻ പറ്റില്ല. എന്റെ നമ്മുടേതല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുക? അങ്ങനെയാണ് വിഷയം. അപ്പോ അവിശ്വാസികളെന്ന് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് മക്കയിൽ നടത്തിയിരുന്ന ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിൽ അവരുടെ ഉത്സവങ്ങളും പ്രാർത്ഥനകളും അന്ന് വാദ്യമേളകളായിരുന്നു. മ്യൂസിക് ഉപകരണങ്ങളാ ഉപയോഗിക്കുക, ചണ്ടയും വാദ്യമേളങ്ങളും. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അത് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ശറയിൽ അത് നിരോധിക്കപ്പെട്ട വിഷയമാണ്. നമുക്കത് പാടില്ല, എവിടെ നടന്നാലും പാടില്ലാത്തതാണത്. വിശുദ്ധ ഖുർആൻ